Dear students, today we are going to study about meaning and definition of marketing. In the previous class, we were discussing about market. What is market? Market is a place. Either it is a physical place or virtual place. Market is a place in which the buyers and sellers meet together and exchange goods and services. So, market is a place where goods and services are bought and sold. Okay, what is marketing? Marketing comprises of all activities performed by firms to direct and facilitate flow of goods and services from producers to buyers. ബയേഴ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിയുടെ അടുത്ത് നിന്നും അത് വാങ്ങുന്ന ആളുടെ അടുത്ത്, ദാറ്റ് ഈസ് ബയേഴ്സ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് ആ ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ ആക്ടിവിറ്റീസും ഇൻവോൾവഡ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് കംപ്രൈസസ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ദ ഫേംസ്. എന്തിന്? To direct and facilitate flow of goods and services from producers to buyers. And marketing is a two-way exchange process in which needs and wants of both buyers and sellers are satisfied. രണ്ട് പാർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? ബയേഴ്സും സെല്ലേഴ്സും, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സും ബയേഴ്സും. അങ്ങനെയുള്ള രണ്ടാളുകളുടെ നീഡ്സ് ആൻഡ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടു വേ എക്സ്ചേഞ്ച് പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. എന്താണ്? സെല്ലേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് എന്താണ്? അവർ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് കൺസ്യൂമേഴ്സിന് വിറ്റിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് സെല്ലേഴ്സിൻ്റെ നീഡ് എന്ന് പറയുന്നത്. അതേസമയം ബയേഴ്സിൻ്റെ നീഡ് എന്താണ്? അവർക്കൊരു പർട്ടിക്കുലർ നീഡ്സ് ആൻഡ് വോൺസ് ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് വാങ്ങുക എന്നുള്ളതാണ് ബയേഴ്സിൻ്റെ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിലൂടെ സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും നീഡ്സ് ആൻഡ് വോൺസ് എന്ത് ചെയ്യപ്പെടുന്നു? സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നു. സോ മാർക്കറ്റിംഗ് ഈസ് നോൺ ആസ് ടു വേ എക്സ്ചേഞ്ച് പ്രോസസ്. Marketing is an organizational function and a set of process for creating, communicating and delivering value to the customers and for managing customer relationship in way that benefit the organization and its സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താണ്? ഒരു ഓർഗനൈസേഷണൽ ഫങ്ഷനാണ്. നമ്മളൊരു വിത്തിൻ ദി ഓർഗനൈസേഷനിൽ ആ ഒരു ബിസിനസ് പെർഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഫങ്ഷനാണ് ഏതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു, ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഏതിൽ വരുന്നുണ്ട്? ഈ പറയുന്ന മാർക്കറ്റിങ്ങിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? It comprises set of process for creating, communicating and delivering value to customers. കസ്റ്റമേഴ്സിന് ആവശ്യമായ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ഡെലിവർ ചെയ്യുക. എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക? കസ്റ്റമേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിനൊരു എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഉണ്ട്. അതായത് അവർ അതിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. ആ പെർഫോമൻസിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ വിത്ത് ലീസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ കോസ്റ്റിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിയുമ്പോഴാണ് ഒരു കസ്റ്റമർക്ക് ഒരു ബിസിനസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള എഫിഷ്യൻ്റായിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് അഫോർഡബിൾ കോസ്റ്റിൽ കൊടുക്കുകയും ചെയ്തുകൊണ്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആൻഡ് ഫോർ മാനേജിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ വേ ദാറ്റ് ബെനിഫിറ്റ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓർഗനൈസേഷനും ഓർഗനൈസേഷൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓർഗനൈസേഷൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം, ഓണേഴ്സ് ഉണ്ടാവാം, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം,
ദെൻ സപ്ലയേഴ്സ് ഉണ്ടാവും, ഗവൺമെൻറ്, അങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഓർഗനൈസേഷൻ്റെയും ബെനിഫിറ്റിന് വേണ്ടി കസ്റ്റമേഴ്സുമായിട്ട് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് രണ്ടും കൂടി ഈ പറയുന്ന വാല്യൂ ഡെലിവർ ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസും, അതേപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റ്. ദിസ് ഡെഫിനിഷൻ is given by American Marketing Association. Okay, marketing is the process of planning and executing the conception, pricing, promotion and distribution of ideas, goods and service to create exchange that satisfy individual and organizational goals. എന്താണ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ്. പ്ലാൻ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, കൺസെപ്ഷൻ, അതിന് പ്രൈസ് കൊടുക്കുന്നു, ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് ആ പ്രോഡക്റ്റ് ആവാം, ഐഡിയ ആവാം, ഗുഡ്സ് ആവാം, സർവീസസ് ആവാം. ടു ക്രിയേറ്റ് എക്സ്ചേഞ്ചസ്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി. ബയേഴ്സും സെല്ലേഴ്സും നമ്മളൊരു എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസെപ്ഷൻ പ്ലാൻ ചെയ്യുന്നു, പ്രൈസിങ് പ്ലാൻ ചെയ്യുന്നു, പ്രൊമോഷൻ പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു എക്സ്ചേഞ്ചിലൂടെ ഇൻഡിവിജ്വലിൻ്റെയും അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഓർഗനൈസേഷൻ്റെയും ഗോൾ എന്ത് ചെയ്യപ്പെടുന്നു? സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ. ഓക്കെ, there are so many definitions of marketing. Some definitions focuses on product while others give emphasis on customers. Some other definitions gives emphasis on value addition. ഒരുപാട് മാർക്കറ്റിങ്ങിന് ഒരുപാട് ഡെഫിനിഷൻ, ഒരുപാട് ഓതേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു ഡെഫിനിഷനിൽ ചില ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഏത് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും? പ്രോഡക്റ്റിന് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. സം അതേഴ്സ് ഗീവ്സ് എംഫസൈസ് ഓൺ കസ്റ്റമേഴ്സ്. ചില ഡെഫിനിഷൻ ഏതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കസ്റ്റമേഴ്സിനാണ്. സം അതർ ഡെഫിനിഷൻ ഗീവ് എംഫസൈസ് ഓൺ വാല്യൂ അഡീഷൻ. കസ്റ്റമേഴ്സിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്നതിനായിരിക്കും കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്. ദസ് ഓൾ ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. അങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ്. Marketing may be narrowly defined as process by which goods and services are exchanged and the values determined in terms of money prices. എന്താണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്? ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഏത് മാത്രമാണ് ഡീൽ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ എക്സ്ചേഞ്ച്ഡ്. നമ്മൾ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് ജസ്റ്റ് ബയേഴ്സിന് എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യും. Marketing has been defined by the American Marketing Association as the performance of business activity that direct the flow of goods and services from producer to customer or user. അതായത് ഒരു ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഈ പറയുന്ന കസ്റ്റമർക്ക് അല്ലെങ്കിൽ യൂസർക്ക് എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. A business bases its marketing mix on what the business sees as its internal strength. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഇൻറ്റേർണൽ സ്ട്രെങ്ത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് മിക്സ് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാടുണ്ട് കേട്ടോ. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇതൊക്കെ ഏതാണ്? മാർക്കറ്റിംഗ് മിക്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് ഏത് ബേസിൽ നിന്നുകൊണ്ടായിരിക്കും? ആ ഒരു പ്രോഡക്റ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും. Thus, in this approach, more emphasis is given to
പ്രോഡക്റ്റ്. ദെൻ ഈ ഒരു അപ്രോച്ചസിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് നോക്കൂ. ഇൻക്രീസ്ഡ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അതായത് ഇവിടെ നമ്മൾ പ്രോഡക്റ്റിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുകൊണ്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കുന്നു. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് എൻജോയ് ചെയ്യാൻ സാധിക്കും? ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റാണ്. എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുക? ബൾക്കായിട്ട് മെറ്റീരിയൽ വാങ്ങേണ്ടി വരും, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അതിൽ നിന്നൊക്കെ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഈസ് ഇൻക്രീസ്ഡ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ദ സെക്കൻഡ് വൺ ഈസ് ഈസിയർ ടു അപ്ലൈ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് മെത്തേഡ്സ്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് മെത്തേഡൊക്കെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന ഏതിന് മാത്രമാണ്? പ്രൊഡക്ഷന് മാത്രമാണ്. വേറെ ഒരു മറ്റുള്ള കസ്റ്റമർക്കോ അതേപോലെ വാല്യൂസിനൊന്നും നമ്മൾ കൂടുതൽ എന്ത് കൊടുക്കുന്നില്ല? എംഫസൈസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് പ്രൊഡക്ഷന് മാത്രമാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് പ്രൊഡക്ഷൻ മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദെൻ ഫോക്കസ് ഓൺ ക്വാളിറ്റി. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് എന്ത് കൊടുക്കുന്നു? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ദെൻ ഫോക്കസ് ഓൺ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒന്നുമില്ല, ഈ ഡെഫിനിഷൻ പ്രകാരം പ്രോഡക്റ്റിനാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് കൊടുക്കുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കൂ. ചേഞ്ചസ് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ വിൽ നോട്ട് ബി റെസ്പോണ്ടഡ് ടു. അതായത് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഫാഷൻ ആൻഡ് ടേസ്റ്റ് ആർ നോട്ട് അക്കൗണ്ടഡ് ഫോർ. നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റിന് മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ മാർക്കറ്റിലെ ഫാഷൻസിൽ ട്രെൻഡ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല ഈ ഡെഫിനിഷൻ പ്രകാരം. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. മാർക്കറ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ നീഡ്സ്. As per this definition, marketing is concerned with satisfying customers' needs. It is a process that satisfies customers' needs through long-term exchange relationship. ലോങ് ടേം എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പിലൂടെ കസ്റ്റമറിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള പ്രോസസ്സിനെയാണ് ഈ ഡെഫിനേഷൻ പ്രകാരം എന്ത് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ ബിസിനസ് ബേസസ് ഇറ്റ്സ് മാർക്കറ്റിംഗ് മിക്സ് ഓൺ ഇറ്റ്സ് പെർസെപ്ഷൻ വാട്ട് ദ മാർക്കറ്റ് വാണ്ട്സ്. അതായത് ഒരു മാർക്കറ്റിന് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നീഡ്സ് ആൻഡ് വാണ്ട്സ് നോക്കിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് മീറ്റിംഗ് ഹ്യൂമൺ ആൻഡ് സോഷ്യൽ നീഡ്സ്. ഹ്യൂമൺ ആൻഡ് സോഷ്യൽ നീഡ്സ് എന്ത് ചെയ്യുക? മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ഷോർട്ട്, ഇൻ ദിസ് ഡെഫിനിഷൻ മാർക്കറ്റിംഗ് ഈസ് അബൌട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓൺലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിനെ എന്ത് ചെയ്യിപ്പിക്കുക? സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻ ദ വേർഡ്സ് ഓഫ് ഫിലിപ്പ് കോട്ട്ലർ, മാർക്കറ്റിംഗ് ഈസ് ദ ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈയിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ്. ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഒരു ഡെഫിനേഷനാണ് പറയുന്നത്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാർക്കറ്റിംഗ് ഈസ് ദി ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈയിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ ആൻ എക്സ്ചേഞ്ച് പ്രോസസ്. എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ ഈ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് എന്ത് ചെയ്യുക? സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഡെഫിനേഷൻസ് ഗീവ്സ് എംഫസൈസ് ഓൺ കസ്റ്റമേഴ്സ് ആൻഡ് ദയർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ, കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഏതിനാണ് ഫോക്കസ് കൊടുക്കുന്നത്? കസ്റ്റമർക്കും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനുമാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കൂ. അഡ്വാൻറ്റേജസ് ആർ ഫസ്റ്റ് വൺ, ഫ്ലെക്സിബിൾ ടു ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് ഫാഷൻ. കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് ഫാഷൻ മാറുന്നതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യപ്പെടുന്നു? ഡിസൈൻ ചെയ്യുന്നു. കാരണം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ന്യൂ പ്രോഡക്ട്സ് ഡിസൈൻഡ് ടു മീറ്റ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ഇഫക്റ്റീവ് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് നടത്തി കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് എന്താണെന്ന് മനസ്സിലായതിന് ശേഷം മാത്രമാണ് ഡിസിഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെ ബേസാണ്? മാർക്കറ്റ് റിസർച്ചിൻ്റെ ബേസിലാണ് ഡിസിഷൻ എടുക്കുന്നത്. കാരണം മാർക്കറ്റ് റിസർച്ച് നടത്തിയാൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് നീഡ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസരിച്ച് പ്രോഡക്റ്റ്
പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കൂ. നമ്മൾ പറഞ്ഞു മാർക്കറ്റ് റിസർച്ച് നടത്തണമെന്ന് പറഞ്ഞു. ഹൈ കോസ്റ്റ് ഓഫ് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് നടത്താനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. ദെൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ ചേഞ്ചസ്. കാരണം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസും മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലും എല്ലാത്തിലും എന്ത് വരുത്തേണ്ടി വരും? ചേഞ്ച് വരുത്തേണ്ടി വരും. ദെൻ അൺപ്രെഡിക്റ്റബിലിറ്റി ഓഫ് ഫ്യൂച്ചർ, അല്ലേ? ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ്? അൺനെസസറിയാണ്. നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് പറയുന്നത് അൺപ്രെഡിക്റ്റബിലിറ്റി ഓഫ് ഫ്യൂച്ചർ. ദെൻ അബാൻമെൻറ്റ് ഓഫ് ഏർലിയർ പ്രോഡക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമറുടെ നീഡ്സ്, വോൺസ്, ഫാഷനൊക്കെ നോക്കിയിട്ട് കുറേ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും. പക്ഷേ പെട്ടെന്നായിരിക്കും കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താവും? വേസ്റ്റ് ആവും. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ. Then next one, value oriented definition or modern definition. ഇതാണ് മോഡേൺ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഫോക്കസ് ചെയ്യുന്നത് ഏതാണ്? മോഡേൺ ഡെഫിനിഷനിലാണ്. ദാറ്റ് മീൻസ് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ആണ്. മോഡേൺ ഡെഫിനിഷൻ ഈസ് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ്. Value based marketing is a marketing strategy that appeals to your customers' value and ethics. കസ്റ്റമേഴ്സിൻ്റെ വാല്യൂസിനും എത്തിക്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. The strategy focuses on making a genuine connection with the customer beyond interest in product or service. എന്താണ് ഇതിൽ? കസ്റ്റമറുമായിട്ടൊരു ഗുഡ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ നോക്കുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നു. ബിയോണ്ട് ഇൻട്രസ്റ്റ് പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നതിൽ ഉപരിയായിട്ട് കസ്റ്റമേഴ്സ് തമ്മിലുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദെൻ ദ കസ്റ്റമർ value-based marketing allows organization to create and sustain differentiating values. അല്ലേ? ഈ ഒരു വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങിലൂടെ ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് വാല്യൂസ് എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. വാല്യൂസ് ഏതൊക്കെയെന്ന് നമ്മൾ പഠിക്കും. ഫിനാൻഷ്യൽ വാല്യൂ, അങ്ങനെ കുറേ വാല്യൂസ് പറയുന്നുണ്ട്. ആ വാല്യൂസൊക്കെ നമ്മൾ ഈ ഒരു ടെക്നിക്കിലൂടെ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പീറ്റിറ്റർ, മാർക്കറ്റിലുള്ള കോമ്പീറ്റിറ്ററോട് കോമ്പീറ്റ് ചെയ്യാൻ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ എന്താവുന്നു? ഏബിൾ ആവുന്നു. ദെൻ ഇനി എന്താണ് വാല്യൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കസ്റ്റമേഴ്സ് പെർസീവ്ഡ് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ പെർസീവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർസീവ്ഡ് ബെനിഫിറ്റ് ഇൻ റിലേഷൻ ടു പെർസീവ്ഡ് കോസ്റ്റ് ഓഫ് റിസീവിങ് ദോസ് ബെനിഫിറ്റ്. അതായത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും അതിന് നമ്മൾ ചിലവഴിക്കുന്ന കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആ കോസ്റ്റിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് വാല്യൂ എന്ന് പറയുന്നത്. വാല്യൂ ഈസ് സബ്ജക്റ്റീവ്, അല്ലേ? ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഈ വാല്യൂവിൽ എന്ത് വരും? ഡിഫറൻസ് വരും. ഓക്കെ. അപ്പോൾ ഈ ഒരു വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ വാല്യൂവിനാണ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് അല്ല, കസ്റ്റമേഴ്സിൻ്റെ വാല്യൂവിനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. These are the three definitions of marketing: product oriented definition, customer oriented definition, value oriented definitions. On the basis of above definition, it can be concluded that marketing is the art of identifying needs and aspiration of consumers, producing and distributing goods and services accordingly, and satisfying customers' needs and desire with a view to attain certain objectives like customer retention, increased market share, goodwill, larger profit, etc. എന്താണ് ഈ പറയുന്ന ഡെഫിനിഷനിലെല്ലാം എന്താ പറയുന്നത്? മാർക്കറ്റിങ്ങിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗ് ഈസ് ദ ആർട്ട് ഓഫ് ഐഡൻറ്റിഫൈയിങ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് മനസ്സിലാക്കുക, മീൻസ് അവരുടെ വോൺസും താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതനുസരിച്ച് പ്രൊഡ്യൂസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് സാറ്റിസ്ഫൈയിങ് കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് ഡിസയർ,
കൺസ്യൂമേഴ്സിന് നീഡ്സ് ആൻഡ് വോൺസ് എന്ത് ചെയ്യുക, സാറ്റിസ്ഫൈ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് എ വ്യൂ ടു അറ്റെയിൻ സർട്ടെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്? ലൈക്ക് കസ്റ്റമർ റിട്ടൻഷൻ, കസ്റ്റമറെ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ തന്നെ നിലനിർത്തുക. ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ, മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കുക, കൂടുതൽ ഷെയർ അച്ചീവ് ചെയ്യുക. ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുക, ലാർജ് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള സർട്ടെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വോൺസ് മനസ്സിലാക്കി അതനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ്. ഓക്കെ, ദെൻ another topic is features of marketing or nature of marketing. These are the features of marketing. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോയിന്റിലുള്ളത് തന്നെയാണ്. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. മാർക്കറ്റിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? കസ്റ്റമർ റിട്ടൻഷൻ അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ ഓർ ഇൻക്രീസ്ഡ് ഡിമാൻഡ്, ഗുഡ് വിൽ, ലാർജർ പ്രോഫിറ്റ്. അങ്ങനെയുള്ളൊരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഡീൽസ് വിത്ത് പ്രോഡക്ട്സ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. അല്ലേ, പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഈസ് ദ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റീസ്. ആളുകൾക്ക് വേണ്ട യൂട്ടിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അത് പ്ലേസ് യൂട്ടിലിറ്റി ആയിരിക്കാം, ടൈം യൂട്ടിലിറ്റി ആയിരിക്കാം. പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾക്ക് ആവശ്യമായ സ്ഥലത്ത് പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് പ്ലേസ് യൂട്ടിലിറ്റി. ടൈം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സിന് ആവശ്യമായ സമയത്ത് പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് ടൈം യൂട്ടിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. മാർക്കറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ് ആൻഡ് ദി എക്സ്ചേഞ്ചസ് ഓഫ് ദീസ് ടു ബയർ. ഇതെന്ന് ബയർക്ക് എന്ത് ചെയ്യാണ്? എക്സ്ചേഞ്ച് ചെയ്യണം. ദെൻ marketing intended to satisfy and delight to the customers. Marketing intends to satisfy and delight to the customer. കസ്റ്റമറിനെ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുക, കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക, അതിലൂടെ അവരെ കൂടുതൽ ഡിലൈറ്റ് അയക്കുക. ഡിലൈറ്റ് മീൻസ് സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞുള്ള ലെവലാണ് ഇതെന്ന് പറയുന്നത് ഡിലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ കിട്ടുമ്പോഴാണ് ഒരു കസ്റ്റമർ എന്താവുന്നത്? ഡിലൈറ്റ് ആവുന്നത്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡിലൈറ്റ് ആണ് മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ഡെലിവറിങ് വാല്യൂ ടു ദി കസ്റ്റമേഴ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കസ്റ്റമേഴ്സിന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് അഫോർഡബിൾ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇതെന്ന് പറയുന്നത് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഈസ് സറൗണ്ടഡ് ബൈ നീഡ്സ്. അല്ലേ, മാർക്കറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഏതാണ്? നീഡാണ്. അല്ലേ, നീഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ? മാർക്കറ്റിംഗ് ഉണ്ടാവുന്നുള്ളൂ. അല്ലേ, ഒരു നീഡ് ഉണ്ടെങ്കിൽ മാത്രമേ കൺസ്യൂമർ അല്ലെങ്കിൽ ബയേഴ്സ് എന്ത് ചെയ്യുന്നുള്ളൂ? പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ദെൻ മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അതൊരു എക്സ്ചേഞ്ച് പ്രോസസ്സാണ്. ദെൻ മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. അല്ലേ, സൊസൈറ്റിയിലുള്ള ആളുകൾ സൊസൈറ്റിയുടെ നീഡ്സ് ആൻഡ് വോൺസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് കണ്ടക്റ്റ് ചെയ്യുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഈസ് എ യൂണിവേഴ്സൽ function. Marketing is a universal function. That means business as well as non-profit organizations like colleges and universities, hospital, etc. perform marketing activities. Universal level എല്ലാ ഓർഗനൈസേഷനും either it is a profit organization or non-profit organization എല്ലാവരും കണ്ടക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് marketing or nature of marketing. Okay, thank you.